ഇനി പറ, ഞാൻ കേക്കട്ടെ. ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എല്ലാവരുടെ മുമ്പിൽ നമ്മളുണ്ടൊരു ഭയങ്കര തെറ്റുകാരാ, ഫേക്കാണ്. മൃദുലയും പ്രവീണും ഫേക്കാണ്. അതങ്ങനെ ഇരിക്കട്ടെ. അത് കഷ്ടായല്ലോ. നമുക്കും വിഷമങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല, സ്വിച്ചിട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തോ സിറ്റുവേഷൻ ആണ് ഇതൊക്കെ. ഇവരെ ഫാമിലി വ്ളോഗാണ് ഈ ഹാപ്പി ആയിട്ടിരുന്ന് മില്യൺസ് അടിച്ച് കണ്ടുകൊണ്ടിരുന്ന മലയാളികൾ മണ്ടന്മാരെന്നുള്ളത്. കമോൺ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സിറ്റുവേഷൻ ആണ്. ആ വീട്ടിലെ അച്ഛനെയും അനിയനെയും ഒരു രീതിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ വീട്ടിലൊരു അമ്മ ഉണ്ട്, ആ അമ്മയും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ശുദ്ധ തെണ്ടിത്തരം നമ്മളിത്തരം അതിന് പറയാനുള്ളൂ. എത്ര ചീത്ത വിളിച്ചത്. ഞാനും എന്റെ കുടുംബം കൊളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കൈ എന്നൊക്കെ പറഞ്ഞാൽ ഈ തടിപ്പണിക്ക് പോയിട്ടും ഡ്രൈവ് ചെയ്തിട്ടും ഭയങ്കര തഴമ്പുള്ളൊരടി കയ്യ. ആ കൈയും വെച്ച് എൻ്റെ കരണം മുളക്കാൻ 2-3 എനിക്ക് കിട്ടി. എൻ്റെ കിളി പാറിപ്പോയി. ഞാൻ നിന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാം, എൻ്റെ ശരീരം സ്റ്റേബിൾ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു. അത് കണ്ട് അച്ഛൻ എന്നെ ഇങ്ങനെ നാവെന്ന് പ്രതീക്ഷിച്ചാൽ കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചുവിന്റെ സൈഡിൽ നിന്ന ഒരു റിയാക്ഷൻ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടാൻ എനിക്കിത് കൊണ്ട് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു, ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു, അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ.